നാട്ടിൽ നാവടക്കി നാം നടക്കയോ, ഭീതി പൂണ്ട് കൊടി പുതച്ചുറങ്ങയോ യുവാക്കളെ. നീതികെട്ട നാട്ടിൽ നാവടക്കി നാം നടക്കയോ, ഭീതി പൂണ്ട് കൊടി പുതച്ചുറങ്ങയോ യുവാക്കളെ. നാം പിറന്ന മണ്ണിൽ വിദേശക്കൊടി പറക്കവേ, നാം പിറന്ന മണ്ണിൽ വിദേശക്കൊടി പറക്കവേ, നമ്മൾ കീഴടങ്ങി തോറ്റൊടുങ്ങയോ സഖാക്കളെ. പൊരുതിടുന്ന നവയുവത്വമായിടാം, പുതുയുഗത്തിൻ സമര സാക്ഷ്യമേറ്റിടാം. നീതികെട്ട നാട്ടിൽ നാവടക്കി നാം നടക്കയോ, ഭീതി പൂണ്ട് കൊടി പുതച്ചുറങ്ങയോ യുവാക്കളെ. നമ്മൾ പണ്ടുയർത്തിയ വിമോചനത്തിൻ വാക്കുകൾ ഇന്ന് ചൂഷകർ മുഴക്കിടും പരസ്യവാചകം. നമ്മൾ പണ്ടുയർത്തിയ വിമോചനത്തിൻ വാക്കുകൾ ഇന്ന് ചൂഷകർ മുഴക്കിടും പരസ്യവാചകം. നമ്മൾ പണ്ട് കൊയ്തെടുത്ത കൃഷിയിടങ്ങളൊക്കെയും ഇന്ന് ബൂർഷ്വ സ്വന്തമാക്കി പണിതു പഞ്ചതാരകം. നമ്മൾ പണ്ട് കൊയ്തെടുത്ത കൃഷിയിടങ്ങളൊക്കെയും ഇന്ന് ബൂർഷ്വ സ്വന്തമാക്കി പണിതു പഞ്ചതാരകം. ഇനിയും ഈ നിശബ്ദത കടുത്ത പാതകം, ഇനി നമുക്കുയർത്തിടാം വിമുക്തി ഗീതകം. ഇനിയും ഈ നിശബ്ദത കടുത്ത പാതകം, ഇനി നമുക്കുയർത്തിടാം വിമുക്തി ഗീതകം. നീതികെട്ട നാട്ടിൽ നാവടക്കി നാം നടക്കയോ, ഭീതി പൂണ്ട് കൊടി പുതച്ചുറങ്ങയോ യുവാക്കളെ. രക്തസാക്ഷി തന്നിടത്തിനാൽ ചുവന്ന മണ്ണിതിൽ ആത്മഹത്യ ചെയ്തൊടുങ്ങിടുന്നു മധ്യജീവിതം. രക്തസാക്ഷി തന്നിടത്തിനാൽ ചുവന്ന മണ്ണിതിൽ ആത്മഹത്യ ചെയ്തൊടുങ്ങിടുന്നു മധ്യജീവിതം. മുക്തി തേടി നാം പ്രതീക്ഷകൾ കൊടുത്ത കൈകളിൽ ചത്തടിഞ്ഞു പുണ്യഭൂമിയാമൊരാഷ്ട്രഭാരതം. മുക്തി തേടി നാം പ്രതീക്ഷകൾ കൊടുത്ത കൈകളിൽ ചത്തടിഞ്ഞു പുണ്യഭൂമിയാമൊരാഷ്ട്രഭാരതം. ഇനിയും ഈ നിസ്സംഗത കടുത്ത ഭീതിതം, ഇനി നമുക്കണിഞ്ഞിടാം പുതിയൊരായുധം. ഇനിയും ഈ നിസ്സംഗത കടുത്ത ഭീതിതം, ഇനി നമുക്കണിഞ്ഞിടാം പുതിയൊരായുധം. നീതികെട്ട നാട്ടിൽ നാവടക്കി നാം നടക്കയോ, ഭീതി പൂണ്ട് കൊടി പുതച്ചുറങ്ങയോ യുവാക്കളെ. നീതികെട്ട നാട്ടിൽ നാവടക്കി നാം നടക്കയോ, ഭീതി പൂണ്ട് കൊടി പുതച്ചുറങ്ങയോ യുവാക്കളെ. നാം പിറന്ന മണ്ണിൽ വിദേശക്കൊടി പറക്കവേ, നാം പിറന്ന മണ്ണിൽ വിദേശക്കൊടി പറക്കവേ, നമ്മൾ കീഴടങ്ങി തോറ്റൊടുങ്ങയോ സഖാക്കളെ. അധാർമിക രാഷ്ട്രത്തിന് മറുപടി നൽകി സ്വന്തം ഭാഗധേയം നിർണയിച്ച മലബാറിന്റെ MLA ഡോക്ടർ KT ജലീൽ സമകാലിക വിഷയങ്ങളെ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ വായിക്കുവാൻ ശ്രമിക്കുന്ന പ്രബുദ്ധ കേരളീയ യുവത്വം, അറബ് വസന്തവും ആഗോള ജനമുന്നേറ്റവും ബാംഗ്ലൂർ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നതിനായി ജനാബ് KT ജലീൽ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ സെമിനാറിന്റെ അധ്യക്ഷത വഹിക്കുന്ന പ്രിയപ്പെട്ട ഷാഹിർ,
ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കാനിരിക്കുന്ന എൻ്റെ വന്യനായ ഗുരുനാഥനും മാധ്യമം പത്രത്തിൻ്റെ എഡിറ്ററുമായ ജനാബ് ഒ അബ്ദുറഹിമാൻ സാഹിബ് അവറുകളെ, ഞാൻ എൻ്റെ ഗുരുസ്ഥാനീയനായി കരുതുന്ന മലയാള പത്രപ്രവർത്തന രംഗത്തെ വളരെ ശ്രദ്ധേയനായ കൈരളി ടിവിയുടെ ശ്രീ ഭാസ്വരേന്ദ്ര ബാബു അവറുകളെ, എൻ്റെ സുഹൃത്തും എഴുത്തുകാരനും പ്രഭാഷകനുമെല്ലാമായിട്ടുള്ള ജനാബ് ദാവൂദ്, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ജഗന്നിയന്താവായ നാഥന്റെ അപാരമായ അനുഗ്രഹം നമ്മുടെ മേൽ സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ബൗദ്ധികമായിട്ടുള്ള മുന്നേറ്റത്തിൻ്റെ പിന്തുടർച്ചയെന്നോണം ലോകത്തിൻ്റെ എല്ലാ ദിക്കുകളിലും സാമൂഹ്യ രാഷ്ട്രീയ പരിവർത്തനങ്ങൾ സംജാതമാവുകയുണ്ടായിട്ടുണ്ട്. മനുഷ്യാരംഭം മുതൽ ഈ പ്രക്രിയ തുടങ്ങിയതാണ്. അതിൻ്റെ തുടർച്ചയാണ് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലും മധ്യപൗരസ്ത്യ മുസ്ലിം നാടുകളിലും നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം ലോകം വ്യക്തമായും രണ്ട് ചേരിയായി മാറുകയുണ്ടായി. ഒരു ഭാഗത്ത് അമേരിക്ക നേതൃത്വം നൽകുന്ന മുതലാളിത്ത രാജ്യങ്ങളുടെ ചേരി, മറുഭാഗത്ത് സോവിയറ്റ് യൂണിയൻ നേതൃത്വം നൽകുന്ന സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ ചേരി. രണ്ട് ചേരിയിലും പെടാതെ ഇന്ത്യയെപ്പോലെയുള്ള ചില രാജ്യങ്ങൾ ചേരിചേരാ രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയും രൂപപ്പെടുത്തിയെടുക്കുകയുണ്ടായി. വ്യാവസായിക വിപ്ലവത്തെ തുടർന്ന് സാമ്രാജ്യത്വത്തിൻ്റെ മുതലാളിത്തത്തിൻ്റെ ബീഭത്സമായ മുഖത്തിൻ്റെ തനിപ്പകർപ്പ് വിവിധ രാജ്യങ്ങളിൽ, സമൂഹങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് തുടങ്ങി. അവിടങ്ങളിലൊക്കെ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണെങ്കിലും വൈദേശികാധിപത്യത്തിനും ചൂഷണത്തിനുമെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ കൊടുമ്പിരി കൊണ്ടതിനെ തുടർന്ന് രാഷ്ട്രീയ സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടായി. ഇന്ന് നാം കാണുന്ന സ്വതന്ത്ര രാജ്യങ്ങളുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ ഏതെങ്കിലും ആധിപത്യത്തിന് കീഴിൽ ഈ രാജ്യങ്ങളൊക്കെ ഭരിക്കപ്പെട്ടിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതിൽ നിന്നവർ മോചിതമായി. ശാശ്വതമായ മോചനമായിരുന്നില്ല അത് എന്ന് പിന്നീടുണ്ടായ സംഭവങ്ങൾ തെളിയിക്കുന്നു. 1990കളോടുകൂടി
ലോകത്തിൻ്റെ ഗതിവിഗതികൾ തന്നെ മാറ്റിമറിക്കുമാറ് ഒരു പുതിയ സംസ്കാരവും സാമ്പത്തിക കാഴ്ചപ്പാടും ലോകത്ത് പരിചയപ്പെടുത്തപ്പെട്ടു തുടങ്ങി. 90-കൾക്കൊടുവിലാണ് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യം ഇല്ലാതാകുന്നതും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ സോഷ്യലിസ്റ്റ് ഭരണകൂടങ്ങൾ അപ്രത്യക്ഷമാകുന്നതും. അതോടുകൂടി അമേരിക്കയുടെ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെടാനാകാത്തതാണ് എന്ന് സ്ഥാപിക്കപ്പെടുകയായിരുന്നു. അത് തുടർന്ന് വലിയ അസ്വാരസ്യങ്ങളും സംഘർഷങ്ങളും ദാർശനികമായിട്ടുള്ള സംവാദങ്ങളും സൈനികമായിട്ടുള്ള കയ്യേറ്റങ്ങളും ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് എണ്ണസമൃദ്ധ മുസ്ലിം രാജ്യങ്ങളിൽ സംഭവിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ജനമുന്നേറ്റങ്ങളെ, ആളുകൾ അക്രമത്തിനും അനീതിക്കുമെതിരായി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളെ സമൂഹമധ്യത്തിൽ മോശമായ രൂപത്തിൽ ചിത്രീകരിക്കുവാനുള്ള ശ്രമങ്ങളും ഈ കാലഘട്ടത്തിൽ ആരംഭിക്കുകയുണ്ടായി. രണ്ട് തരത്തിലുള്ള ജനമുന്നേറ്റങ്ങളാണ് നമുക്ക് അറബ് ലോകത്ത് നടക്കുന്ന സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുക. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയുടെ അപ്രമാദിത്വം സ്ഥാപിക്കപ്പെട്ടതിനെ തുടർന്ന് ചില രാജ്യങ്ങളിൽ ആസൂത്രിതമായിട്ടുള്ള ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാക്കി ഭരണമാറ്റത്തിനു വേണ്ടി അമേരിക്ക മുൻകൈയെടുത്ത് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ. ആ ശ്രമങ്ങളുടെ നേർക്കാഴ്ചയാണ് അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും ഒരു പരിധിവരെ ലിബിയയിലും നമ്മൾ കണ്ടത്. എന്നാൽ മറ്റൊരു ജനമുന്നേറ്റത്തെയും നമുക്ക് ഈ മേഖലയിൽ ദർശിക്കുവാൻ വേണ്ടി സാധിച്ചു. അതിനെയാണ് ലോകം മുല്ലപ്പൂ വിപ്ലവം എന്ന് പേരിട്ട് വിളിച്ചത്. ബ്ലഡ്ലെസ് റവല്യൂഷൻ, രക്തരഹിതമായിട്ടുള്ള ഭരണമാറ്റ പ്രക്രിയ ടുണീഷ്യയിൽ ആരംഭിച്ചു. ഈജിപ്തിലും സിറിയയിലുമൊക്കെ അതിൻ്റെ അനുരണനങ്ങൾ നമ്മൾ കണ്ടു. ഭരണാധികാരികൾ പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ സ്വാഭാവികമായും അവർ അധികാരത്തിൻ്റെ മത്ത് പിടിച്ച് ശരിയുടെ വഴിയിൽ നിന്ന് വ്യതിചലിക്കും. അത് സ്വാഭാവികമാണ്. ലോർഡ് ആക്ടന്റെ ഒരു പ്രസിദ്ധമായ വാചകം ഞാൻ ഓർക്കുകയാണ്. പവർ കറപ്റ്റ്സ്, ആബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് ആബ്സല്യൂട്ട്ലി. അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കുന്നു. സമ്പൂർണ്ണാധികാരം പൂർണ്ണമായും മനുഷ്യനെ ദുഷിപ്പിക്കുന്നു. ലോകത്തിലെ പല രാജ്യങ്ങളിലും ഇതിൻ്റെ യാഥാർത്ഥ്യവൽക്കരണമാണ്, ഇതിൻ്റെ സാർത്ഥകതയാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മതവിശ്വാസികൾക്ക് സ്വാധീനമുള്ള ഒരു സമൂഹത്തിൽ, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ആശയാദർശങ്ങൾക്ക് സ്വാധീനമുള്ള ഒരു നാട്ടിൽ ഒരു പരിവർത്തനം, ഒരു വിപ്ലവം നടക്കുമ്പോൾ സ്വാഭാവികമായും കാലാകാലങ്ങളായി നിലനിന്നു വരുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ സ്വാധീനം അതിൽ പ്രകടമാകും.
മതവിശ്വാസികൾക്ക് സ്വാധീനമുള്ള അറേബ്യൻ നാടുകളിൽ, ഇസ്ലാം മതാശയങ്ങൾക്ക് സ്വാധീനമുള്ള മധ്യപൗരസ്ത്യ നാടുകളിൽ മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഉണ്ടാകുമ്പോൾ അതിന് മതപരമായിട്ടുള്ള ഒരു മാനം ഉണ്ടാവുക എന്ന് പറയുന്നത് അതിശയോക്തിയുള്ള ഒന്നല്ല. മറ്റെല്ലാ രാജ്യങ്ങളിലും വിപ്ലവ കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ട ഒരു കാഴ്ചയുടെ പകർപ്പ് മാത്രമാണത്. 1979 ഇറാനിൽ അമേരിക്കയുടെ പാവ സർക്കാരിന് നേതൃത്വം നൽകിയിരുന്ന ഷാ പഹ്ലവിക്കെതിരായി ആ നാട് മുഴുവൻ ഉണർന്നെണീറ്റു. അമേരിക്ക സർവായുധ വിഭൂഷിതമായിരുന്നിട്ടും ആ മുന്നേറ്റത്തിന് മുന്നിൽ പതറിപ്പോയത് നമ്മൾ കണ്ടു. അന്നു മുതൽ ആരംഭിച്ചതാണ് മധ്യപൗരസ്ത്യ രാജ്യങ്ങളിൽ സാമ്രാജ്യത്വത്തിനും ആധുനിക കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് 1950-കൾക്ക് ശേഷം മേധാവിത്വത്തിനും ഏകാധിപത്യ ഭരണകൂടങ്ങൾക്കുമെതിരായിട്ടുള്ള ജനമുന്നേറ്റങ്ങൾ. ആ ജനമുന്നേറ്റങ്ങൾ ഇന്നതിൻ്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 2 തരത്തിലുള്ള ഭരണമാറ്റങ്ങൾ അറേബ്യൻ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന്. അതിലൊന്നാമത്തേത്, തങ്ങൾക്കിഷ്ടപ്പെടാത്ത ഭരണാധികാരികളെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ അമേരിക്കയും നാറ്റോ സഖ്യവും നടത്തുന്ന ശ്രമങ്ങളാണ്. സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അതിന്റെ ഉത്തരവാദി ഇന്നയാളാണ്, ആ ആൾക്ക് സംരക്ഷണം നൽകുന്നത് ഇന്ന രാജ്യമാണ്, അതുകൊണ്ട് ഞങ്ങൾ ആ രാജ്യാതിർത്തിയിലേക്ക് കടക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിലേക്ക് അമേരിക്ക പടയെ പറഞ്ഞയച്ചപ്പോൾ അവർ നൽകിയ ന്യായീകരണമായിരുന്നു അത്. ആ നാട്ടിൽ നിന്ന് അവർ കുറ്റമാരോപിച്ച വ്യക്തിയെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് പറഞ്ഞു, ഇതിൻ്റെ എല്ലാം പ്രഭവ കേന്ദ്രം ഇറാഖാണ്, അതുകൊണ്ട് ഇനി ഞങ്ങൾ അങ്ങോട്ടാണ് മാർച്ച് ചെയ്യുന്നത്. അമേരിക്കൻ പട്ടാളം ഇറാഖിൽ ഇടപെട്ടു. വലിയ സൈനിക മുന്നേറ്റം അവർ നടത്തി. 1000കണക്കിന് തവണ ബോംബ് വർഷം അവർ സംഘടിപ്പിച്ചു. അവസാനം സദാം ഹുസൈനെ പിടികൂടി ഒരു പെരുന്നാൾ ദിനത്തിൽ ലോകം കാണുകെ തൂക്കിലേറ്റുകയുണ്ടായി. ആ സംഭവത്തിന് ചരിത്രത്തിൽ സമാനതകളില്ല. മുമ്പും തൂക്കിലേറ്റപ്പെടലുകൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഒരു മൊബൈൽ ക്യാമറയിൽ അത് പിടിച്ച് ലോകത്തിന് മുമ്പിൽ തത്സമയം അത് അംഗീകരിക്കാത്ത ഭരണാധികാരികൾക്ക് ഇതാ ഈ ഗതിയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് അമേരിക്ക പറയാതെ പറയുകയായിരുന്നു. ആ രാജ്യത്തുള്ള മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ആഗ്രഹിച്ചിട്ടല്ല ആ ഭരണമാറ്റം ഉണ്ടായത്. അമേരിക്കൻ താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അതിക്രൂരമായ സൈനിക നീക്കങ്ങളിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മാറ്റമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അത് കൃത്രിമമായിരുന്നു. അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും നടത്തിയ ആ കൃത്രിമത്വത്തിന്റെ ഒരു പരിധിവരെയുള്ള ആവർത്തനമായിരുന്നു ലിബിയയിലും കണ്ടത്. അറബ് വസന്തത്തിന്റെ പട്ടികയിൽ, അറബ് ലോകത്തെ ജനമുന്നേറ്റത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പട്ടികയിൽ അതുകൊണ്ട് തന്നെ ഭാഗികമായിട്ട് മാത്രമേ ലിബിയയെ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കൂ. 42 വർഷക്കാലം ലിബിയയിൽ ഭരണം നടത്തിയ ഭരണാധികാരിയാണ് മുഹമ്മദ് ഗദ്ദാഫി. ആഫ്രിക്കയിലെ വളരെ പിന്നോക്കം നിന്നിരുന്ന
അപരിഷ്കൃതമായിരുന്ന ഗോത്ര സംസ്കാരത്തിന് മേൽക്കോയ്മയുണ്ടായിരുന്ന രാജ്യത്തെ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയിലേക്കും മുന്നേറ്റത്തിലേക്കും ആഫ്രിക്കയിലെ ഏറ്റവും കൂടുതൽ സമ്പന്നമായിട്ടുള്ള ഒരു സാമ്പത്തിക ഘടനയിലേക്ക് ആ രാജ്യത്തെയും രാജ്യക്കാരെയും വഴി നടത്തിക്കൊണ്ടുപോകുന്നതിൽ ഗദാഫി വഹിച്ച പങ്ക് ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞതാണ്. 29,000 തവണയാണ് നാറ്റോ സഖ്യം ലിബിയയിൽ ബോംബ് വർഷം നടത്തിയത്. വിമതരുണ്ടായിരുന്നു അവിടെ. എല്ലാ നാട്ടിലും പ്രതിപക്ഷത്ത് പ്രവർത്തിക്കുന്നവരുണ്ടാകും. മാന്യമായി ജനാധിപത്യ സംവിധാനത്തിൽ ആ പ്രതിഷേധം രേഖപ്പെടുത്താൻ സാധ്യമാകാതെ വരുമ്പോൾ ഇവരെ ഉപയോഗിച്ചുകൊണ്ട് ആ നാട്ടിൽ ആഭ്യന്തര കലാപം നടത്താൻ എളുപ്പമാണ്. ആ എളുപ്പ വഴിയാണ് തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ ജനാധിപത്യത്തെ സഹിഷ്ണുതയോടുകൂടി കാണാൻ തയ്യാറാകാതിരുന്ന ഗദ്ദാഫിക്കെതിരായി അമേരിക്കയും യൂറോപ്യൻ ശക്തികളും ഉപയോഗിച്ചത്. ആ കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇസ്ലാമിക സമൂഹത്തിന്റെ മുഖത്ത് കരിവാരി നിൽക്കുന്ന വിധത്തിലായിരുന്നു അതിലെ പല ദൃശ്യങ്ങളും. അമേരിക്കക്ക് എല്ലാറ്റിലും ഒരു ഒളി അജണ്ട ഉണ്ടാകും. സാധാരണ ഇടതുപക്ഷങ്ങളും കമ്മ്യൂണിസ്റ്റുകളും അമേരിക്കയുടെ ഇത്തരത്തിലുള്ള ഒളി അജണ്ടകളെ കുറിച്ച് സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകുമ്പോൾ പലരും അതിന്റെ ഗൗരവം, അതിന്റെ അർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവുകയില്ല. പലപ്പോഴും പരിഹാസത്തോടുകൂടിയാണ് ആ വിമർശനങ്ങളെ പലരും നോക്കിക്കണ്ടിട്ടുള്ളത്. മുഹമ്മദ് ഗദ്ദാഫിയെ പിടികൂടി തെരുവിലൂടെ വലിച്ചിഴക്കുന്നത് തത്സമയം നമ്മൾ കണ്ടു. അദ്ദേഹത്തെ സദാം ഹുസൈനെ വിധേയമാക്കിയതുപോലെ പരിഹാസ്യമാർന്ന ഒരു വിചാരണയ്ക്കെങ്കിലും വിധേയമാക്കി തൂക്കിക്കൊല്ലാമായിരുന്നു. അതിനു പകരം തെരുവിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ പിന്തുവാരത്തിലൂടെ കത്തിക്കയറ്റി അതിക്രൂരമായി കൊല ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിന്റെ മൃതദേഹം ഒരു മാർക്കറ്റിലെ ഇറച്ചിവിട്ട് കേന്ദ്രത്തിന്റെ ഫ്രീസറിൽ സൂക്ഷിച്ചു. ഗദ്ദാഫിയുടെ മൃതശരീരം വലിച്ചഴിച്ചു കൊണ്ടുപോകുമ്പോൾ നമ്മൾ കണ്ട കാഴ്ചയുടെ പശ്ചാത്തലത്തിൽ മുഴങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യമുണ്ട്, അല്ലാഹു അക്ബർ. ആ മുദ്രാവാക്യം കേൾക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഇസ്ലാമിനെ കുറിച്ച് നല്ലത് മനസ്സിൽ സൂക്ഷിക്കുക? ഒരു മൃതശരീരത്തോട് ഇസ്ലാമിക സമൂഹം ചെയ്യേണ്ട സാമാന്യമായിട്ടുള്ള മര്യാദയുണ്ട്. ആ മര്യാദ ലംഘിക്കപ്പെട്ടുവെന്ന് മാത്രമല്ല, ആ ദൃശ്യം ലോകത്ത് ഇസ്ലാമിന് മേൽ വീഴ്ത്തിയ കരിനിഴൽ എത്ര വർഷം കൊണ്ടാണ് നമുക്ക് മാറ്റാനാവുക എന്ന് പറയാൻ കഴിയില്ല. മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തി ലോകത്തിനിത് നൽകുമ്പോൾ അതിന് നേതൃത്വം നൽകിയ, അല്ലെങ്കിൽ തങ്ങൾ വിലക്കെടുത്തവരെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ സ്പോൺസർമാർക്ക്, അമേരിക്കക്ക് ഒരു അജണ്ടയുണ്ടായിരുന്നു. തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനിക നീക്കങ്ങൾക്ക് ലോകത്തിന്റെ പിന്തുണ ആർജിക്കുക. ഈ അപരിഷ്കൃതന്മാരും കാടന്മാരുമായിട്ടുള്ള വിഭാഗങ്ങൾക്കെതിരെയാണ്, ജനങ്ങൾക്കെതിരെയാണ്, മതസമൂഹത്തിനെതിരെയാണ് ആധുനിക കാലഘട്ടത്തിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനിക മുന്നേറ്റങ്ങൾ, ഞങ്ങളുടെ പട്ടാളം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ. നമ്മളറിയാതെ അമേരിക്ക പറയാതെ പറഞ്ഞ് അത്തരമൊരു ദൃശ്യം ആവിഷ്കരിച്ച് മുസ്ലിം സമൂഹത്തിനു മേൽ അപമാനത്തിന്റെ വലിയ ഭാരം കയറ്റിവെക്കുകയുണ്ടായി. ലിബിയയിലെ ജനങ്ങളിൽ മഹാഭൂരിഭാഗവും അദ്ദേഹത്തെ വെറുക്കുന്നു എന്നാണ് പ്രചരിപ്പിക്കപ്പെട്ടത്. അങ്ങനെയായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ കുടുംബക്കാർക്ക് സംസ്കരിക്കുന്നതിന് വേണ്ടി നൽകാമായിരുന്നു. എന്നിട്ട് ആ കുഴിമാടത്തിനരികിലൂടെ ലിബിയക്കാർ കാർക്കിച്ചു തുപ്പി കടന്നു പോകുന്നത് ഇതുപോലെ മൊബൈൽ ഫോണിലൂടെ പകർത്തി ലോകത്തിന്റെ മുമ്പിൽ ദൃശ്യമായി കാണിച്ചു കൊടുക്കാമായിരുന്നു. പക്ഷേ മൃതദേഹത്തെ പോലും, ഗദ്ദാഫിയുടെ മൃതദേഹത്തെ പോലും
അമേരിക്ക ഭയപ്പെട്ടിരുന്നു. 1921 മലബാർ കലാപത്തിൽ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ പിടികൂടി മലപ്പുറത്തെ കുന്നിൻ ചെരുവിൽ വെച്ച് തൂക്കിക്കൊന്നു. ആ മൃതശരീരം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തില്ല. എവിടെയാണ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെ മൃതദേഹം ബ്രിട്ടീഷുകാർ കത്തിച്ച് ചാമ്പലാക്കി നശിപ്പിച്ചത് എന്ന് ഇന്നും ആർക്കും അറിയില്ല. ആ മൃതശരീരം കൊടുത്തിരുന്നുവെങ്കിൽ മലപ്പുറത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് അത് സംസ്കരിക്കപ്പെടുമായിരുന്നു. ആ സംസ്കരിക്കപ്പെടുന്ന കേന്ദ്രം പിന്നീട് ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന്റെ പ്രഭവ കേന്ദ്രമാകുമോ എന്ന് അവർ ഭയപ്പെട്ടു. അതുകൊണ്ടാണ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെ മൃതദേഹം വിട്ടുകൊടുക്കാതിരുന്നത്. സദാം ഹുസൈന്റെ മൃതദേഹം വിട്ടുകൊടുത്തതിന്റെ പരിണിതം ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അമേരിക്ക. അതിനാലാണ് മുഹമ്മദ് ഗദ്ദാഫിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് സംസ്കരിക്കുവാൻ പോലും വിട്ടുകൊടുക്കാതെ അജ്ഞാതമായ ഏതോ സ്ഥലത്ത് മണലാരണ്യത്തിന്റെ ഏതോ മൂലയിൽ കൊണ്ടുപോയി കത്തിച്ച് ചാമ്പലാക്കിയത് നശിപ്പിച്ചു കളഞ്ഞത്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് അറബ് ലോകത്ത് നടക്കുന്ന മുന്നേറ്റങ്ങളെ രണ്ടായിട്ട് തന്നെ നാം കാണണം. ഒന്ന്, അമേരിക്ക തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഭരണാധികാരികളെ നീക്കം ചെയ്യുന്നതിന് വേണ്ടി ആസൂത്രിതമായി സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ടും വിമതരെ ഉപയോഗിച്ചുകൊണ്ടും ഒരു രാജ്യത്ത് നടത്തുന്ന ആഭ്യന്തര കലാപത്തിന്റെ ഫലമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭരണമാറ്റം. അതിനെ അറബ് വസന്തം എന്ന് നമുക്ക് വിളിക്കാൻ കഴിയില്ല. വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ, രക്തച്ചൊരിച്ചിലില്ലാതെ, ഒരു മുല്ലപ്പൂ പറിച്ചെടുക്കുന്ന അതേ സ്വഭാവത്തിൽ ഒരു ഭരണമാറ്റം ആ രാജ്യത്തുണ്ടായി. അത് അറേബ്യൻ സമൂഹത്തെ സ്വാധീനിച്ചു. ഈജിപ്തിലും സിറിയയിലും അതിന്റെ അനുരണനങ്ങൾ കണ്ടു. യമനിലും അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിഞ്ഞു. ഈ മുന്നേറ്റങ്ങളെ അമേരിക്ക ഭയപ്പെടുന്നുണ്ട്. തങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ അല്ല ആ രാജ്യങ്ങളിലൊക്കെ ഭരണത്തിൽ വരുന്നത് എന്നുള്ളത് കൊണ്ട് അവിടങ്ങളിലൊക്കെ യാഥാസ്ഥികന്മാരാണ് അധികാരത്തിലേറുന്നത് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. അത് ലോകത്തിന് നടക്കാൻ പോകുന്ന മാറ്റങ്ങളെ, നിഷ്കളങ്കമായ നിസ്വാർത്ഥമായിട്ടുള്ള ജനകീയ മുന്നേറ്റങ്ങളെ രക്തത്തിൽ കുളിപ്പിച്ച് കൊല്ലുവാനുള്ള ബോധപൂർവമായ നീക്കത്തിന്റെ അടയാളപ്പെടുത്തൽ മാത്രമാണ്. അങ്ങനെ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ അതിനെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതേത് ആശയാദർശങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലയിൽ നടക്കുന്ന പരിവർത്തനങ്ങളിലും വിപ്ലവങ്ങളിലും മുന്നേറ്റങ്ങളിലും ആ വിശ്വാസവും ആദർശവും മതവും പങ്കുവഹിക്കുക സ്വാഭാവികമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ട വേളയിൽ ഇന്ത്യയിലെ ഭൂരിപക്ഷ മതസമൂഹത്തെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ട വീതിയിലേക്ക് കൊണ്ടുവരാൻ ഗണേശോത്സവങ്ങളെ ഉപയോഗിച്ചിരുന്നു. ഗംഗാനദിയിൽ കൈമുക്കി സ്നാനം ചെയ്ത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പ്രതിജ്ഞ എടുക്കുവാൻ ബാലഗംഗാധര തിലകനെ പോലെയുള്ള ആളുകൾ ജനങ്ങളെ ആഹ്വാനം ചെയ്തു. അത് തെറ്റായിരുന്നു എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. മുസ്ലിങ്ങൾ പോരാട്ട വീതിയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. ആ ഘട്ടത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചുകൊണ്ട് അവരെയും പോരാട്ടത്തിന്റെ പോർമുഖത്തേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി നീക്കം നടക്കുകയുണ്ടായി. അതും തെറ്റായിരുന്നു എന്ന് ഒരിക്കലും നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. ഇതിന് സമാനമാണ് അറേബ്യൻ രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജനമുന്നേറ്റങ്ങളിൽ ഇസ്ലാമും ഇസ്ലാമിക ആദർശങ്ങളും കടന്നു വരുന്നു എന്നുള്ളത്. അതൊരിക്കലും തന്നെ ലോകത്തിന് അപായമുണ്ടാക്കുന്ന ഒന്നല്ല. യാഥാസ്ഥികന്മാരും മൗലികവാദികളും എന്ന് മുദ്രകുത്തി അറേബ്യൻ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നിശബ്ദമായ വിപ്ലവത്തെ ദുർബലപ്പെടുത്തുവാനും ഭാവിയിലെങ്കിലും ആ വിപ്ലവങ്ങളിൽ കടന്നുകൂടി അവയെ രക്തരൂക്ഷിതമാക്കുവാനും അമേരിക്ക ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന്റെ മുന്നോടിയാണ് അവർ ഈ രാജ്യങ്ങളിലെ പുതിയതായിട്ട് ഭരണത്തിൽ വരുന്ന ഭരണകൂടങ്ങൾക്കെതിരായി വളരെ സംഘടിതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കുൽസിതമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ. അതിൽ വീണുപോകാതെ നമ്മൾ
നോക്കേണ്ടതായിട്ടുണ്ട്. അമേരിക്ക സ്പോൺസർ ചെയ്യുന്ന ഭരണാധികാരികൾ ഈ രാജ്യങ്ങളിൽ വരുന്നു എങ്കിൽ ഈ ജനമുന്നേറ്റങ്ങൾ കൊണ്ട് യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. 90-കൾക്ക് ശേഷം ഏതാണ്ട് എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും അമേരിക്കയുടെ സൈനികമായിട്ടുള്ള സാന്നിധ്യം ഏതാണ്ട് അവർ ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. സൗദി അറേബ്യയിലാണ് ആദ്യം അമേരിക്ക അവരുടെ സൈനിക സാന്നിധ്യം ഉറപ്പാക്കിയത്. ഇസ്ലാമിക ഭീകരവാദം ഇതാരംഭിച്ചിരിക്കുന്നു എന്ന് ലോക സമൂഹത്തെ ഭയപ്പെടുത്തിക്കൊണ്ട് റിയാദിലുണ്ടായ ഒരു ബോംബ് സ്ഫോടനത്തിന്റെ തുടർച്ചയെന്നോണമാണ് അമേരിക്കൻ നയതന്ത്ര പ്രതിനിധികൾ സൗദി അറേബ്യയിൽ പാഞ്ഞെത്തുകയും ഈ ഭീഷണിയെ നേരിടാൻ നിങ്ങൾക്ക് മാത്രമായിട്ടാവില്ല, ഞങ്ങളുടെ സഹായം നിങ്ങൾക്ക് അനിവാര്യമായി വന്നു, ഞങ്ങളുടെ പട്ടാളത്തിന്റെ കാവൽ ഈ നാട്ടിൽ ഏർപ്പെടുത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ രാജ്യം ഭരിക്കാൻ കഴിയില്ല എന്നവിടുത്തെ ഭരണാധികാരികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തെറ്റിദ്ധരിപ്പിച്ചു. ആ വാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് സൗദി അറേബ്യയിൽ അമേരിക്കൻ പട്ടാളം വിന്യസിക്കപ്പെട്ടത്. പിന്നീട് എണ്ണ സമൃദ്ധമായിട്ടുള്ള മുസ്ലിം രാജ്യങ്ങളിൽ ഓരോന്നിലായി അമേരിക്ക അവരുടെ പട്ടാള സാന്നിധ്യം ഉറപ്പാക്കി. ഇന്ന് ഏതാനും ചില രാജ്യങ്ങളല്ലാതെ, 2-3 രാജ്യങ്ങളല്ലാതെ മറ്റെല്ലാ രാജ്യങ്ങളിലും അമേരിക്ക അവരുടെ സൈനിക സാന്നിധ്യം ഏതാണ്ട് ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇസ്ലാമിക ഭീകരവാദം, മുസ്ലിം തീവ്രവാദം എന്ന പുതിയ ഒരു പ്രതിഭാസം 90-കൾക്ക് ശേഷം ലോകത്ത് പ്രചരിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇതിന് ആസൂത്രിതമായിട്ടുള്ള ബോംബ് സ്ഫോടനങ്ങൾ, ആക്രമണ പരമ്പരകൾ ഓരോ രാജ്യത്തും അമേരിക്ക സംഘടിപ്പിച്ചു എന്നുള്ളത് അവിതർക്കിതമായിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ രാജ്യത്ത് പോലും അതിൻ്റെ പ്രതിഫലനങ്ങൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിഞ്ഞു. 1990-കൾക്ക് ശേഷമാണ് ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ, ഇസ്ലാമിക ഭീകരവാദം എന്ന പേരിട്ട് വിളിച്ചുകൊണ്ട്, മുസ്ലിം തീവ്രവാദം എന്ന പേരിട്ട് വിളിച്ചുകൊണ്ടുള്ള ആക്രമണ നീക്കങ്ങൾ ഉണ്ടാകുന്നത്. സോവിയറ്റ് യൂണിയൻ ഇല്ലാതായത്, കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ സോഷ്യലിസ്റ്റ് ഭരണക്രമങ്ങൾ അവസാനിച്ചത്, അമേരിക്കയ്ക്ക് എന്തും ഏതും ചെയ്യാൻ ലോകത്ത് ലൈസൻസ് നൽകി. ഇന്ത്യയിലും ഹൈന്ദവ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ ഒരിക്കലും തീരാത്ത പകയുടെയും സംശയത്തിന്റെയും സാഹചര്യം ഉണ്ടാക്കുക, അങ്ങനെ മുസ്ലിം രാജ്യങ്ങളിൽ തങ്ങളുടെ പട്ടാള സാന്നിധ്യം ഉറപ്പാക്കിയതുപോലെ ഇന്ത്യയിലും തങ്ങളുടെ പട്ടാള സാന്നിധ്യം ഉറപ്പുവരുത്തുക, ഇതായിരുന്നു ഈ നീക്കങ്ങൾക്ക് പിന്നിൽ. 1992 ഡിസംബർ 6-ാം തീയതിയാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നത്. ലോകത്ത് അമേരിക്കയുടെ ആധിപത്യം സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളതിന്റെ ഇന്ത്യയിലെ വിളംബരമായിരുന്നു ബാബറി മസ്ജിദിന്റെ തകർച്ച. ബാബറി മസ്ജിദ് രാമജന്മഭൂമി തർക്കം തുടങ്ങുന്നത് 1949-ലാണ്. പള്ളി തകർക്കാൻ 92-നേക്കാൾ എന്തുകൊണ്ടും ഇന്ത്യയിൽ അഭികാമ്യമായിരുന്ന ഒരു കാലം 1949 ബാബറി മസ്ജിദ് തകർക്കുവാൻ പറ്റിയ കാലം. മതാടിസ്ഥാനത്തിൽ ഇന്ത്യ വിഭജിക്കപ്പെട്ടു. ഇന്ത്യയിലും പാകിസ്ഥാനിലും ഒരുപാട് കലാപങ്ങൾ ഉണ്ടായി. ആ സന്ദർഭത്തിൽ ബാബറി മസ്ജിദ് തകർന്നിരുന്നു എങ്കിൽ ആരും അതൊരു വലിയ വിഷയമായിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുമായിരുന്നില്ല. അന്ന് പോലും ആ പള്ളിയുടെ മേൽ കൈവെക്കാൻ ധൈര്യം കാണിക്കാത്ത ഫാഷിസ്റ്റുകൾ 1992 അതിനുവേണ്ടി തെരഞ്ഞെടുത്തത് യാദൃശ്ചികമല്ല. അത് തുടർന്നാണ് 1993 ജനുവരിയിൽ ബോംബെയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റിൽ വലിയ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത്. അത് തുടർന്ന് ഇന്ത്യയുടെ വിവിധ നഗരങ്ങളിൽ, പട്ടണങ്ങളിൽ, വാണിജ്യ കേന്ദ്രങ്ങളിൽ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായി, ആക്രമണ പരമ്പരകൾ ഉണ്ടായി. വിലക്കെടുക്കപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുണ്ട് ഈ സ്ഫോടന പരമ്പരകൾ.
അസീമാനന്ദയെ പോലെയുള്ള സംഘ് പരിവാർ സന്യാസിമാരെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുണ്ട് ഈ സ്ഫോടന പരമ്പരകൾ. ഇന്ത്യയുടെ സൈന്യത്തിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള മിലിറ്ററി ഉദ്യോഗസ്ഥന്മാരെ വെച്ച് നടത്തിയിട്ടുണ്ട്, പട്ടാളക്കാരെ വെച്ച് നടത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഓപ്പറേഷനുകൾ. ജന്മനാ തന്നെ മുസ്ലിങ്ങൾ ഭീകരവാദികളും തീവ്രവാദികളുമായിരുന്നു എങ്കിൽ അവരവരുടെ ഈ ഭീകരവാദവും തീവ്രവാദവും പുറത്തെടുക്കാൻ സോവിയറ്റ് യൂണിയൻ തകരുന്നതുവരെ 1990 വരെ എന്തിന് കാത്തിരുന്നു? അതുവരെ എവിടെയായിരുന്നു ഇത് മുഴുവൻ അവർ ഒളിപ്പിച്ചു വെച്ചിരുന്നത്? അവർക്ക് സ്വയം പൊട്ടിത്തെറിക്കുവാൻ, അവർക്ക് പ്രതികാരത്തിന്റെ മൂർത്തിമൽഭാവങ്ങളാകാൻ ഒരുപാട് സന്ദർഭങ്ങൾ ചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചടക്കപ്പെട്ടപ്പോൾ ഭീകരവാദികളാകാതിരുന്ന മുസ്ലിങ്ങൾ എങ്ങനെ 90കൾക്ക് ശേഷം ഭീകരവാദികളായി? ഇസ്രായേലരും അറബികളും തമ്മിൽ 3 യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ 950കൾക്ക് ശേഷം. എന്തേ സ്വയം പൊട്ടിത്തെറിക്കുന്നവരായി മുസ്ലിങ്ങൾ അക്കാലത്ത് പോലും മാറിയില്ല? 90കൾക്ക് ശേഷം അമേരിക്കയുടെ ആധിപത്യം ലോകത്ത് സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം ഇനി തങ്ങളുടെ ശത്രുക്കൾ സമ്പന്ന മുസ്ലിം രാജ്യങ്ങളും ഇസ്ലാമിക സമൂഹവുമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ ലോകത്തിന്റെ മുമ്പിൽ മോശക്കാരും കാടന്മാരും അപരിഷ്കൃതരുമാക്കാൻ ആസൂത്രിതമായിട്ടുള്ള നീക്കം നടന്നു. ആ നീക്കത്തിന്റെ ഫലമാണ് ഇന്ന് ലോകത്തും ഇന്ത്യയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദുരന്ത കാഴ്ചകൾ മുഴുവൻ. ഇന്ത്യയിൽ അതിന് വലിയ ഫലങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ബോംബെയിൽ നിന്ന് ഈ അടുത്താണ് ഷെബനാസ്മി എന്ന് പറയുന്ന ഇന്ത്യയുടെ മുൻ രാജ്യസഭാംഗം പറഞ്ഞത്, എനിക്ക് ബോംബെയിൽ ഒരു ഫ്ലാറ്റ് കിട്ടുന്നില്ല, എന്റെ പേരിനൊരു മുസ്ലിം ചുവയുള്ളത് കൊണ്ട് ആരും എനിക്ക് ഫ്ലാറ്റ് നൽകുന്നില്ല. എന്നിട്ട് അവർ പറഞ്ഞു, 2 കാര്യങ്ങളിലെ എനിക്ക് മുസ്ലിങ്ങളുമായിട്ട് ബന്ധമുള്ളൂ. ഒന്ന്, മുസ്ലിങ്ങൾ ബിരിയാണി കഴിക്കും, എനിക്കും ബിരിയാണി ഇഷ്ടമാണ്. 2, മുസ്ലിം സ്ത്രീകൾ ധരിക്കുന്ന ലാച്ച എന്ന് പറയുന്ന വേഷവിധാനം എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ ഞാൻ ധരിക്കും. ഈ 2 കാര്യങ്ങളിലല്ലാതെ മുസ്ലിങ്ങളുമായി ഒരു തരത്തിലുള്ള ബന്ധവും എനിക്കില്ല. ആ എനിക്ക് ബോംബെയിൽ നേരിടേണ്ടി വരുന്ന സ്ഥിതിയാണിത്. 90കൾക്ക് ശേഷം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണിത്. മതാടിസ്ഥാനത്തിൽ ഇന്ത്യ വിഭജിക്കപ്പെട്ട കാലത്ത് പോലും പാകിസ്ഥാനിൽ ഒരു ക്ഷേത്രമോ ഇന്ത്യയിൽ ഒരു പള്ളിയോ തകർക്കപ്പെട്ടിട്ടില്ല. സാമുദായിക സംഘർഷങ്ങളും കലാപങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഗുജറാത്തിലെ വംശഹത്യക്ക് സമാനമായി ഒരു സംഭവം ഇന്ത്യയുടെ ചരിത്രത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഇതൊക്കെ അമേരിക്കക്ക് ഇന്ത്യയിൽ സൈനിക താവളം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഹൈന്ദവരെയും മുസ്ലിങ്ങളെയും ആഭ്യന്തര കലാപത്തിലേക്ക് തള്ളിവിടാൻ, പരസ്പരം സംശയിക്കുന്നവരാക്കി മാറ്റാൻ, ഒരിക്കലും ഒത്തുപോകാൻ കഴിയാത്ത ജനതയാണ് തങ്ങളെന്ന് അവരെ ബോധ്യപ്പെടുത്തി നടത്തുന്ന ശ്രമങ്ങളാണ്. ആ നിലക്ക് തന്നെ ഇതിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. വളരെ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണിത്. മലബാർ കലാപത്തെ സംബന്ധിക്കുന്ന ചിന്തയുടെ ആവിഷ്കാരങ്ങളും ആഘോഷങ്ങളും അറബ് വസന്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന ഈ ശ്രമങ്ങളും വളരെ സൂക്ഷ്മതയോടുകൂടി നടത്തേണ്ടതാണ്. സൂക്ഷ്മതയോടുകൂടി നടത്തുകയും ഇതിന്റെ ശരിയായ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മളുടെ സമൂഹത്തിൽ, നമ്മളുടെ ചുറ്റുപാടുകളിൽ വളർന്നു വരുന്ന ഈ ഭീതിതമായിട്ടുള്ള പ്രവണതയെ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനും നമുക്ക് കഴിയണം. നമ്മളുടെ രാജ്യം ഒരു മൾട്ടി റിലിജിയസ് സൊസൈറ്റി നിലകൊള്ളുന്ന രാജ്യമാണ്. മതാടിസ്ഥാനത്തിൽ ഇന്ത്യ വിഭജിക്കപ്പെട്ടു. ബ്രിട്ടീഷുകാർ പറഞ്ഞിരുന്നു മുമ്പ്, ഇന്ത്യക്കാർക്ക് ഒരിക്കലും ഒരു രാഷ്ട്രമാകാൻ കഴിയില്ല എന്ന്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു രാഷ്ട്രമാകാൻ കഴിയുക? നിങ്ങളിൽ വ്യത്യസ്ത മതക്കാർ, ജാതിക്കാർ, വിഭാഗക്കാർ, വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ, സംസ്കാരം ഉൾക്കൊള്ളുന്നവർ. യു കാൻ ബി എ നേഷൻ. അവർ പറഞ്ഞതാണ്. അവരുടെ അഭിപ്രായത്തിൽ ഒരു രാജ്യത്തിന് മാത്രമേ ഒരു രാഷ്ട്രമാകാൻ അർഹതയുള്ളൂ. ഏത് രാജ്യമാണത്? ഒരേ മതത്തിൽ വിശ്വസിക്കുന്നവർ മാത്രം, ഒരേ ഭാഷ സംസാരിക്കുന്നവർ മാത്രം,
ഒരേ സംസ്കാരം ഉൾക്കൊള്ളുന്നവർ മാത്രം. ഈ 3 മാനദണ്ഡങ്ങൾ സ്വീകരിച്ചാൽ ഒരു രാഷ്ട്രമാകാൻ ലോകത്തെ പ്രഥമ യോഗ്യത നേടുന്ന രാജ്യം ഇംഗ്ലണ്ടാകും. ഇംഗ്ലണ്ടിൽ ഒരു മതമേ ഉള്ളൂ, അത് ക്രിസ്ത്യാനിറ്റിയാണ്. ഇംഗ്ലണ്ടിൽ ഒരു ഭാഷയേ ഉള്ളൂ, അത് ഇംഗ്ലീഷാണ്. ഇംഗ്ലണ്ടിൽ ഒരു സംസ്കാരമേ ഉള്ളൂ, അത് ബ്രിട്ടീഷ് സംസ്കാരമാണ്. ഇന്ത്യക്ക് ഒരിക്കലും ഒരു രാഷ്ട്രമാകാൻ കഴിയില്ല. അതായിരുന്നു അവരുടെ വാദം. ഒരേ മതത്തിൽപ്പെട്ടവർക്ക് ഒരു രാഷ്ട്രമാകാനാവില്ല എന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമായിട്ടുള്ള തെളിവായിരുന്നു ഇന്ത്യയിൽ നിന്ന് വിഭജിക്കപ്പെട്ടു പോയ പാകിസ്ഥാൻ പിന്നീട് ബംഗ്ലാദേശ് എന്ന് പറയുന്ന മറ്റൊരു രാജ്യമായി രൂപാന്തരപ്പെട്ടു എന്നുള്ളത് വ്യക്തമാക്കുന്നത്. 96% മുസ്ലിങ്ങളുള്ള ഒരു രാജ്യം എന്തിന് പിന്നീട് വിഭജിക്കപ്പെട്ടു? വിഭജനം നടക്കുന്നതിന് മുൻപ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഇന്നത്തെ ഭൂപ്രദേശത്ത് ഉണ്ടായിരുന്ന ആളുകൾ, ആ ആളുകൾ അവരാണ് ആ നാട്ടിൽ പരിഗണിക്കപ്പെട്ടത്. വിഭജനത്തിന് ശേഷം ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ചേക്കേറി. പക്ഷെ ആ മുസ്ലിങ്ങൾ അവിടെ വല്ലാതെ സ്വീകരിക്കപ്പെട്ടില്ല. ഇന്ത്യയിൽ നിന്ന് വിഭജനാനന്തരം പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിങ്ങൾ അറിയപ്പെട്ടത് മുഹാജിറുകൾ എന്ന പേരിലാണ്. പലായനം ചെയ്തെത്തിയവർ. അവരോട് കടുത്ത അനീതി കാട്ടി ആ രാജ്യം. ഗത്യന്തരമില്ലാതെ തങ്ങളോട് കാണിക്കുന്ന അനീതിക്കെതിരായി ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കുടിയേറി പാർത്ത മുസ്ലിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കേണ്ടി വന്നു. ആ പാർട്ടിയുടെ പേരായിരുന്നു മുഹാജിർ ഖൗമി മൂവ്മെന്റ്. ആ പാർട്ടിയുടെ നേതാവായിരുന്നു അൽതാഫ് ഹുസൈൻ. മുഹാജിർ ഖൗമി മൂവ്മെന്റ് അൽതാഫ് ഹുസൈന്റെ നേതൃത്വത്തിൽ പാകിസ്ഥാനിൽ ഉയർത്തിയ ഒരു മുദ്രാവാക്യമുണ്ട്: വി വാണ്ട് ഇക്വാലിറ്റി വിത്ത് ദി ഫസ്റ്റ് ഗ്രേഡ് സിറ്റിസൺസ് ഓഫ് പാകിസ്ഥാൻ. പാകിസ്ഥാനിലെ 1ാം തരം പൗരന്മാരെ പോലെ ഞങ്ങളെയും ഗണിക്കണം. ഏതൊരു മനുഷ്യനും പിറന്നു വീണ നാടും സമൂഹവും സാഹചര്യവും അയാളുടെ ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. അസ്ഗർ അലി എഞ്ചിനീയർ എടുത്ത് പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഓർക്കുകയാണ്. ഡാക്കയിലും കൽക്കട്ടയിലും ഒരാളെ ബോർഡുകൾ മുഴുവൻ മാറ്റി കണ്ണുകെട്ടി കൊണ്ടുപോയി നിർത്തി ഇതേതാണ് നഗരമെന്ന് ചോദിച്ചാൽ അയാൾക്ക് തിട്ടപ്പെടുത്തി പറയാൻ കഴിയില്ല ഏതാണ് കൽക്കട്ട, ഏതാണ് ഡാക്ക എന്ന്. ഒരാളെ ലക്നൌവിലും കറാച്ചിയിലും കൊണ്ടുപോയി കണ്ണുകെട്ടി ബോർഡുകൾ മാറ്റി, കണ്ണ് കെട്ടിയത് അഴിച്ചു മാറ്റി ഇതേതാണ് നഗരമെന്ന് ചോദിച്ചാൽ ഏതാണ് ലക്നൌ, ഏതാണ് കറാച്ചി എന്ന് അവർക്ക് തിരിച്ച് പറയാൻ കഴിയില്ല. അത്രമാത്രം സാമ്യതകളുണ്ട് ആ നഗരങ്ങൾക്ക് തമ്മിൽ. ഒരേ ഭാഷ, ഒരേ സംസ്കാരം, ഒരേ സമൂഹം. ആ സാമ്യതയുള്ള ഒരു പശ്ചാത്തലം നമ്മളുടെ രാജ്യത്ത് നിലനിൽക്കുന്നു. ഇന്ത്യയിൽ മതേതരമായിട്ടുള്ള ഒരു പാരമ്പര്യം വളരെ ശക്തമായി കാലങ്ങളായി നിലനിൽക്കുന്നുണ്ട്. അത് പാശ്ചാത്യരിൽ നിന്ന് കടം കൊണ്ട മതേതരത്വമല്ല. ബുദ്ധമത വിശ്വാസക്കാരനായിരുന്ന അശോക ചക്രവർത്തി മഹാഭൂരിപക്ഷം ഹിന്ദുമത വിശ്വാസികളുള്ള ഇന്ത്യയിൽ ഭരണം നടത്തിയ ഘട്ടത്തിൽ ഒരാൾ പോലും നമ്മളുടെ രാജ്യത്ത് ചോദിച്ചിട്ടില്ല, ബുദ്ധമത വിശ്വാസക്കാരനായ അശോക ചക്രവർത്തിക്ക് ഞങ്ങളെ ഭരിക്കാൻ എന്തവകാശം എന്ന്. നീണ്ട 800 വർഷക്കാലം മുസ്ലിം രാജാക്കന്മാർ ഇന്ത്യയിൽ ഭരിച്ചിട്ടുണ്ട്. ആ 800 വർഷ കാലയളവിനുള്ളിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഈ രാജ്യത്തുള്ള ഭൂരിപക്ഷ മതസമുദായക്കാർ സംഘം ചേർന്നുകൊണ്ട് ചോദിച്ചിട്ടില്ല മുസ്ലിങ്ങൾക്ക് ഞങ്ങളെ ഭരിക്കാൻ എന്താണ് അർഹത എന്ന്. 800 വർഷക്കാലത്തെ മുസ്ലിം രാജാക്കന്മാരുടെ ഭരണത്തിന് അറുതി കുറിച്ചത് ഈ രാജ്യത്ത് ഹിന്ദുക്കളുടെ കലാപമല്ല. 1857 ഇന്ത്യയുടെ മഹത്തായ 1ാം സ്വാതന്ത്ര്യ സമരം അടിച്ചമർത്തിയതിനെ തുടർന്ന് അവസാനത്തെ മുഗള ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ സഫറിനെ നാട് കടത്തിയത് ബ്രിട്ടീഷുകാരാണ്. അതിനുശേഷം ബ്രിട്ടീഷ് ഭരണം സ്ഥാപിക്കപ്പെട്ടു ഇന്ത്യയിൽ. ബ്രിട്ടീഷുകാർ വിശ്വാസം കൊണ്ട് ക്രൈസ്തവരായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരായി, സാമ്രാജ്യത്വത്തിനെതിരായി ഒരുപാട് യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട് നമ്മളുടെ രാജ്യത്ത്. ആ പോരാട്ട വീതിയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സംഘം ആളുകൾ ഒത്തുചേർന്നുകൊണ്ട് ക്രൈസ്തവരായ ബ്രിട്ടീഷുകാർക്ക് മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെയും അതുപോലെ തന്നെ മുസ്ലിങ്ങളെയും ഭരിക്കാൻ എന്തവകാശമെന്ന് ആരും ഈ നാട്ടിൽ ചോദിച്ചിട്ടില്ല. അങ്ങനെ ഒരു പാരമ്പര്യം നമ്മളുടെ രാജ്യത്തിനുണ്ട്. അങ്ങനെ ഒരു സാമൂഹ്യ ഘടന നിലനിൽക്കുന്ന രാജ്യത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന വിശ്വാസം നമുക്കുണ്ടാവണം. ഇന്ത്യ പാരമ്പര്യം നിലനിർത്തി ഭരണാധികാരിയുടെ മതം നോക്കി, ജാതി നോക്കി, വർഗം നോക്കി അധികാരത്തിലെത്തുന്നതിന് ആരെയും നമ്മളുടെ നാട് സഹായിച്ചിട്ടില്ല.
1947 നമ്മളുടെ രാജ്യം സ്വതന്ത്രമായി. നീണ്ട 16 വർഷക്കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കസേരയിൽ ഇരുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ഭൗതികവാദിയായിട്ടുള്ള ഒരാളാണ്. 99.4% വിശ്വാസികളുള്ള ഒരു നാട്ടിൽ തികഞ്ഞ ഭൗതികവാദി, ഒരു ക്ഷേത്രത്തിലും പോകാത്ത, ഒരു മതത്തിലും വിശ്വാസമില്ലാത്ത ഒരാൾ പ്രധാനമന്ത്രിയായപ്പോ ഈ രാജ്യത്ത് ആരും ചോദിച്ചിട്ടില്ല നിരീശ്വരവാദിയായ നെഹ്റുവിന് ഇന്ത്യയിലെ 99.4% വരുന്ന മതവിശ്വാസികളെ ഭരിക്കാൻ എന്തവകാശം എന്ന്. ബക്രാനങ്കൽ എന്നീ 2 അണക്കെട്ടുകളുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് നെഹ്റു ചെയ്തൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇഫ് എനിബഡി വാണ്ട്സ് ടു സീ ഗോഡ് they may come here. This is the sanctum sanctorum of India. ആർക്കെങ്കിലും ലോകത്ത് ദൈവത്തെ കാണണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ വരാം. ഇതാണ് ഇന്ത്യയുടെ ശ്രീകോവിൽ. ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമിയെ കാർഷിക സമൃദ്ധമാക്കാൻ ഉതകുന്ന 2 അണക്കെട്ടുകളെ ചൂണ്ടിയാണ് നെഹ്റു പറഞ്ഞത്, ഇതാണ് ഇന്ത്യയുടെ ശ്രീകോവിൽ. ആർക്കെങ്കിലും ദൈവത്തെ കാണണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ വരാം. കോടിക്കണക്കിന് മനുഷ്യർക്ക് ദാഹജലം പ്രദാനം ചെയ്യുന്ന 2 അണക്കെട്ടുകളെ ചൂണ്ടിയാണ് നെഹ്റു പ്രഖ്യാപിച്ചത്, ഇതാണ് ഇന്ത്യയുടെ ശ്രീകോവിൽ എന്ന്. ആരും അന്നും അതിനെ ചോദ്യം ചെയ്തിട്ടില്ല. 1957 കേരളം രൂപം കൊണ്ടു. മഹാഭൂരിപക്ഷവും മതവിശ്വാസികളുള്ള കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ കസേരയിലിരുന്നത് തികഞ്ഞ ഭൗതികവാദിയും നാസ്തികനുമായിരുന്ന സഖാ വി എം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. മതവിശ്വാസികളായ ഞങ്ങളെ ഭരിക്കാൻ ഈ നിരീശ്വരവാദിക്ക് എന്തവകാശം എന്ന് വിമോചന സമര കാലയളവിൽ പോലും ചോദിച്ചിട്ടില്ല ആരും. രാഷ്ട്രീയമായി വിമോചന സമരം ആ മന്ത്രിസഭ അട്ടിമറിക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതായിരുന്നു എങ്കിൽ പോലും ആ സമയത്ത് പോലും ആരും ചോദിച്ചിട്ടില്ല. ഇറ്റ് ഈസ് ഇന്ത്യ, ഇറ്റ് ഈസ് ദി ട്രഡീഷൻ ഓഫ് ഇന്ത്യ. നമ്മളുടെ രാജ്യത്ത് ഹൈന്ദവരും മുസ്ലിങ്ങളും തമ്മിലുള്ള മാനസികമായിട്ടുള്ള ഐക്യമില്ലാതാകുന്നു എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ അപകടം മറ്റൊന്നില്ല. അതിനുതകുന്ന ഒരു പ്രവൃത്തിയും ഒരു ഭാഗത്തു നിന്നും ഉണ്ടായിക്കൂടാ. അതിനെ ശക്തിയുക്തം ചെറുത്ത് തോൽപ്പിക്കേണ്ടതുണ്ട്, അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. അതിന് നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യുക, ഈ സന്ദേശം ലോകത്തോട് പറയുക. 90-കൾക്ക് ശേഷം നമ്മളുടെ രാജ്യത്ത് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ഈ പ്രത്യേകമായിട്ടുള്ള ഒരു ശീലത്തിന്റെ, ഒരു പ്രത്യേകമായ സംസ്കാരത്തിന്റെ നിഗൂഢതയെ സംബന്ധിച്ച സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാൻ നാം ബാധ്യസ്ഥരാണ്. നമ്മൾ മാത്രമല്ല, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ബാധ്യസ്ഥരാണ്. അത്തരത്തിലുള്ള ശ്രമങ്ങളും ഇതിന്റെ കൂടെ നമുക്ക് നടത്തേണ്ടതുണ്ട്, ഉണ്ടാക്കേണ്ടതുണ്ട്. ഒരു രാജ്യത്തെ തകർക്കാൻ ആ രാജ്യത്തുള്ള പ്രബലമായ 2 വിഭാഗങ്ങൾക്കിടയിൽ സംശയത്തിന്റെ വിത്തുകൾ പാകിയാൽ മതി. ആ വിത്താണ് പാകപ്പെട്ടിരിക്കുന്നത്. അതിന് വെള്ളമൊഴിച്ചു കൊടുക്കുന്ന പ്രവൃത്തിയല്ല രാജ്യസ്നേഹികളും മതേതരവാദികളും നടത്തേണ്ടത്. അതിനെ നുള്ളിക്കളയുവാനും അതിനെ പിഴുതെറിയുവാനുമുള്ള ശ്രമങ്ങളാണ് നമ്മൾ സംഘടിതമായി ഒരുമിച്ച് നിന്നുകൊണ്ട് നടത്തേണ്ടത്. നമ്മളുടെ രാജ്യത്തോളം മതസ്വാതന്ത്ര്യം അനുവദിക്കപ്പെടുന്ന ഒരു രാജ്യം ലോകത്ത് വേറെയില്ല. എന്റെ 2 അധ്യാപകന്മാർ ഡോക്ടർ മുസ്തഫ കമാൽ പാഷയും ഡോക്ടർ അബ്ദുൾ റസാഖ് സുല്ലമിയും, അവർ വിശുദ്ധ ഖുർആനിലെ ചരിത്ര പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ വേണ്ടി ലോകം മുഴുക്കെ ഒരു സന്ദർശനം നടത്തുകയുണ്ടായി, ഒരു ടൂർ സംഘടിപ്പിക്കുകയുണ്ടായി. ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലും അവർ സന്ദർശനം നടത്തി. മടങ്ങി വന്ന് അവർ ഞങ്ങൾക്ക് വേണ്ടി ഒരു ക്ലാസ് എടുത്തു. അന്നൊരു വിദ്യാർത്ഥിയായിരിക്കെ ഒരു അന്വേഷണ കൗതുകത്തോടെ, ഒരു അന്വേഷണ കുതുകി എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ അധ്യാപകന്മാരോട് ചോദിച്ചു, നിങ്ങൾ സന്ദർശിച്ച രാജ്യങ്ങളിൽ, കണ്ടുമുട്ടിയ സമൂഹങ്ങളിൽ ഒരു വിശ്വാസിക്ക്, വിശിഷ്യ മുസ്ലിമിന്, അവന്റെ വിശ്വാസങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള നാട് ഏതാണ്? അവർ നിസ്സംശയം പറഞ്ഞു, ഒരു നിമിഷം പോലും ആലോചിക്കാതെ, ഇന്ത്യയോളം അതിന് സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യം ലോകത്ത് മറ്റെവിടെയും ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു പശ്ചാത്തലവും സാമൂഹ്യ അന്തരീക്ഷവും നിലനിന്നിരുന്ന, ഇപ്പോഴും അതിന്റെ സ്ഥായിയായിട്ടുള്ള ഭാവം നഷ്ടപ്പെടാത്ത ഒരു പാരമ്പര്യം നമ്മളുടെ നാടിനുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ നടത്തുന്ന ശ്രമങ്ങൾ എന്താണ് നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് യഥാവിധി സമൂഹത്തെ ബോധ്യപ്പെടുത്താനായിരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മളുടെ രാജ്യത്ത് വ്യത്യസ്ത സമൂഹങ്ങളിൽ ഉൽപ്പതിഷ്ണുക്കൾ എന്ന് പറയപ്പെടുന്നവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയും മാധ്യമവും അക്കാര്യത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യം പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്.
അറേബ്യൻ ലോകത്ത് നടക്കുന്ന മാറ്റം, ആ മാറ്റത്തിന്റെ അനുരണനങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്കും പടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലേക്കും അത് വരേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയിൽ മതപരമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടല്ല അത്തരത്തിലുള്ള ഒരു സമരമുഖം തീർക്കപ്പെടേണ്ടത്. സ്വജനപക്ഷപാതത്തിനും അഴിമതിക്കുമെതിരായി ലോകവ്യാപകമായിട്ട് തന്നെ വലിയ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാൾ സ്ട്രീറ്റിൽ ലക്ഷക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിക്കൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്: വി ആർ ദി 99%, യു ആർ ദി only 1%. ഞങ്ങൾ 99%. ഞങ്ങളെ ചൂഷണം ചെയ്യുകയും ഞങ്ങളെ അടക്കി ഭരിക്കുകയും ചെയ്യുന്ന, ഞങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന നിങ്ങൾ കോർപ്പറേറ്റുകളും ഭരണാധികാരികളും കൂടി ഒരേ 1% ഉള്ളൂ. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ, ചൂഷകനും ചൂഷകനും തമ്മിലുള്ള അന്തസംഘർഷങ്ങൾ ശക്തിപ്പെടും. ആ അന്തസംഘർഷങ്ങളുടെ വേളയിൽ ടുണീഷ്യയിലടക്കം ഈജിപ്തിലടക്കം നടന്നതുപോലെ ഇസ്ലാം മതവിശ്വാസികളും ഇസ്ലാം മതവിശ്വാസത്തോട് പ്രത്യയശാസ്ത്രപരമായി വിയോജിക്കുന്നവരും ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. ടുണീഷ്യയിലെ വിജയത്തിന്റെ ആധാരം അതാണ്. ഈജിപ്തിലെ വിജയത്തിന്റെ ആധാരം അതാണ്. ഇടതുപക്ഷങ്ങൾക്ക് മന്ത്രിസഭയിൽ പോലും സ്ഥാനം കൊടുക്കാൻ ഒരുക്കമാണ് എന്ന് പറയും വിധത്തിലേക്ക് വിശാലമായ ഒരു മുന്നണിയാക്കി ആ സമരമുഖത്തെ കൊണ്ടുവരാൻ അവിടത്തെ ഇസ്ലാമിസ്റ്റുകൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അവിടുത്തെ ഐതിഹാസികമായ വിജയങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നത്. അതിന്റെ തനി പകർപ്പാണ് നമ്മളുടെ രാജ്യത്തും ഉണ്ടാകേണ്ടത്. അതിന് നമ്മളുടെ സമൂഹത്തിന്റെ മനസ്സിനെ പാകപ്പെടുത്തുക എന്ന ശ്രമകരമായ ജോലിയാണ് നിർവഹിക്കുവാനുള്ളത്. ആ ദൗത്യ നിർവഹണത്തിന്റെ പാതയിൽ ഇതുപോലുള്ള സെമിനാറുകളും സംവാദങ്ങളും ചർച്ചകളും തീർച്ചയായും ഗുണപരമായ ഫലം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിന് സാധിക്കട്ടെ എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ, അഭിലാഷത്തോടെ, പ്രാർത്ഥനയോടെ ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.